ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. 41 ദിവസം നീണ്ട ശബരിമല മണ്ഡല തീർത്ഥാടന കാലത്ത് പരമ്പരാഗത കാനനപാതയായ സത്രം പുല്ലുമേട്ടിലൂടെ സന്നിധാനത്തേക്ക് 1,31,209 തീർത്ഥാടകർ കടന്നുപോയി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 76,400 തീർത്ഥാടകരാണ് പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിച്ചത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഇരട്ടിയിലെടുത്ത ആളുകൾ പുല്ലുമേട്ടിലൂടെ ശബരിമലയിലെത്തി. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം 5000 കുറച്ചതോടെയാണ് സത്രം പുല്ലുമേട് കാനനപാതയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചത്. തീർത്ഥാടകരുടെ എണ്ണം പല ദിവസങ്ങളിലും 5000-ലധികം കടന്നിരുന്നു. സത്രത്തിനു സമീപം അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിച്ചതിനൊപ്പം പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വനം വകുപ്പിന്റെയും സേവനവും ലഭ്യമാക്കിയിരുന്നു. മകരവിളക്ക് ഉത്സവത്തിനായും നിരവധി തീർത്ഥാടകർ സത്രം പുല്ലുമേട് വഴി കടന്നു പോകുന്നുണ്ട്. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തി. 10 ദിവസത്തിനിടെ 2.5 ലക്ഷത്തിലധികം പേർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സഞ്ചാരികൾ ഇടുക്കിയിലെത്തുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇരട്ടിയിലധികം ആളുകൾ എത്തി. ക്രിസ്മസും പുതുവത്സരവും ഉൾപ്പെടെ വിശേഷ ദിവസങ്ങളിൽ പ്രതിദിനമെത്തിയ സഞ്ചാരികളുടെ എണ്ണം 30,000-ലധികമാണ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ പ്രകൃതിയൊരുക്കിയ ദൃശ്യമനോഹാരിത ആവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ മടങ്ങിയത്. രാപകൽ വ്യത്യാസമില്ലാതെ എത്തിയ സഞ്ചാരികളുടെ തിരക്ക് മൂലം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനായി മൂന്നാറിൽ ഉൾപ്പെടെ പ്രത്യേക സേനയെയും നിയോഗിച്ചിരുന്നു. ലഹരി ഉപയോഗം മുന്നിൽ കണ്ട് എക്സൈസും പോലീസും കനത്ത പരിശോധനയാണ് ഏർപ്പെടുത്തിയിരുന്നത്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി KSRTC 2ാമത്തെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു. പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാനായി KSRTC ഒരുക്കിയ റോയൽ വ്യൂ സർവീസുകൾക്ക് ലഭിക്കുന്ന വലിയ ജനപ്രീതി കണക്കിലെടുത്താണ് പുതിയ ബസ് കൂടി അനുവദിച്ചത്. മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് ദേവികുളം ഗ്യാപ്പ് റോഡ് ആനയിറങ്കൽ വഴി തിരികെ എത്തുന്ന രീതിയിലാണ് സർവീസുകളുടെ ക്രമീകരണം. മുകളിലത്തെ നിലയിൽ 39 താഴത്തെ നിലയിൽ 11 സീറ്റുകളുള്ള ബസ്സിനുള്ളിൽ നിന്നും പുറംകാഴ്ചകൾ പൂർണ്ണമായും കാണാനാവും വിധമാണ് രൂപകൽപ്പന. നിലവിൽ സർവീസ് നടത്തുന്ന ആദ്യ ബസ്സിന് സമാനമായ സൗകര്യങ്ങൾ പുതിയ ബസ്സിലും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8, 11:30, വൈകിട്ട് 3 എന്നീ സമയങ്ങളിലാകും പുതിയ ബസ് മൂന്നാറിൽ നിന്നും സർവീസ് നടത്തുക. ടിക്കറ്റുകൾ നേരിട്ടും ഓൺലൈൻ വഴി മുൻകൂട്ടിയും ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും KSRTC ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ കുഞ്ചിപ്പെട്ടി ആദിവാസി ഉന്നതി. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. നെല്ല് കൊയ്തെടുത്ത് പാടത്ത് വെച്ച് തന്നെ യന്ത്രസഹായത്തോടെ മെതിച്ചെടുക്കുന്ന ജോലികൾ ഇവിടെ നടന്നു വരികയാണ്. പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കറ്റ മെതിക്കാനുള്ള യന്ത്രം എത്തിച്ചത് കർഷകരുടെ ജോലി എളുപ്പമാക്കി. മെതിയന്ത്രങ്ങൾ എത്തിയതോടെ പണിക്കൂലി ലാഭിക്കാനും കൃഷിജോലികൾ എളുപ്പമുള്ളതാക്കി മാറ്റാനും കഴിഞ്ഞുവെന്ന് കർഷകർ പറഞ്ഞു. കാടുവെട്ട് യന്ത്രം, പമ്പ് സെറ്റ്, കൊയ്ത്ത് യന്ത്രം എന്നിവയും ലഭിച്ചതോടെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാനായി. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വിപണിയിലിറക്കിയ കുഞ്ചിപ്പെട്ടി ബ്രാൻഡ് അരി കൂടുതലായി വിപണിയിലിറക്കാനുള്ള പരിശ്രമത്തിലാണ് പാടശേഖര സമിതി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു. ചെറുതോണി ടൗൺ ഹാളിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ അംഗീകൃത എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മേൽനോട്ടത്തിലാണ് EVM വിവിപാറ്റുകളുടെ പരിശോധന. ആദ്യഘട്ട പരിശോധനയിൽ വിജയിക്കുന്ന EVMകളും വിവിപാറ്റുകളും മാത്രമേ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയുള്ളൂ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചാണ് ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.